എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അബോർഷൻ എന്ന ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മളോടൊപ്പം സംസാരിക്കാൻ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി അമ്മാൾ മാം ഉണ്ട്, SVT ഹോസ്പിറ്റൽ, പട്ടം. ഡോക്ടർ, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. കല്യാണം കഴിഞ്ഞ ആൾക്കാരിലേക്ക് വരുമ്പോൾ ഇവർ ഇപ്പോൾ 2 വർഷത്തോളം ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട, ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യാനായിട്ടൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അബദ്ധവശാൽ ഇവർക്ക് കുട്ടികളായി കഴിയുമ്പോൾ പിന്നെ വീട്ടിലെ ഹോം റെമഡീസ് ആയിരിക്കും ആദ്യം അവർ കണ്ടെത്തുന്നത്. പപ്പായ കഴിക്കുക, പച്ചപ്പപ്പായ കഴിക്കാം, അല്ലെങ്കിൽ ഡേറ്റ്സ് കഴിക്കാം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളിലേക്ക് പോകും, കുറേ മിത്തുകളിലേക്ക് അവർ പോകുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ, ഇതിനെക്കുറിച്ച് എന്താണ്? നമുക്ക് പപ്പായ കഴിച്ചാൽ അവർക്ക് കുറച്ചധികം വൈറ്റമിൻസ് ഒക്കെ കിട്ടും, മിനറൽസ് ഒക്കെ കിട്ടും, അവർ ആരോഗ്യവതികളാവും. പിന്നെ ഡേറ്റ്സ് കഴിക്കുകയാണെങ്കിൽ അയണൊക്കെ കിട്ടും. പക്ഷെ വണ്ണവും കൂടും. ഒരു ഡേറ്റിനകത്ത് 20 കാലറിയാണ്. ഒരു 3 ഡേറ്റ് കഴിച്ചാൽ 2 ദിവസത്തിന് സമം. അപ്പം അതിനകത്തൊന്നും കാര്യമില്ല. അതൊന്നും കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമ്മൾ പറയുമായിരുന്നു പണ്ട് ഇഞ്ചി കഴിച്ചാൽ അബോർഷൻ ഉണ്ടാവും. പക്ഷേ നമ്മൾ ആയുർവേദക്കാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അവർ പറയുന്നത് ഇഞ്ചിയുടെ ലാർജ് എമൗണ്ട് ഓഫ് എക്സ്ട്രാക്റ്റ് ഒക്കെ വന്ന അബോർട്ടീവ് പേഷ്യൻ്റ് ആയിരിക്കാം. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഒരു എത്ര കഷ്ണം ഇഞ്ചി കഴിക്കാൻ പറ്റും നമുക്ക്, അല്ലേ? അപ്പം അതിനകത്തൊന്നും വലിയ ഗുണങ്ങളൊന്നുമില്ല. അതും പറഞ്ഞ് എൻ്റെ ഇത് കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരു ഗർഭമകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ സയൻറ്റിഫിക്കലി തന്നെ പുറത്തെടുക്കണം. അല്ലാതെ ഈ ഹോം റെമഡീസും കഴിച്ച് വീട്ടിൽ എള്ള് കഴിക്കുന്നവരുണ്ട്, അതിങ്ങി വരട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്തൊന്നും പ്രയോജനങ്ങളൊന്നും നമ്മൾ കാണാറില്ല. ഗർഭം വളർന്ന് വളരെ സേഫായിട്ട് നമുക്ക് അബോർഷൻ ചെയ്യാവുന്ന സമയം കഴിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗർഭം വേണ്ട എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് അതിനുള്ള മാർഗം സ്വീകരിക്കണം. എത്രയും നേരത്തെ നമ്മൾ ചെയ്യുന്നു അത്രയും സുരക്ഷിതമായിരിക്കും ഈ അബോർഷൻ്റെ ആ പ്രക്രിയയും. ഓക്കെ. അല്ലാതെ അബോർട്ടായി പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും വെഹിക്കിളിൽ പോയി കഴിയുമ്പോൾ, അതായത് അവർ പ്രഗ്നൻ്റ് ആയിരിക്കും പക്ഷെ അറിയില്ല, അല്ലാതെ അബോർഷൻ സംഭവിച്ചു പോകും, ചിലപ്പോൾ ഹൈ ബ്ലീഡിങ് ആയിട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ അങ്ങനെ ഈ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ അബോർഷൻസ് ഉണ്ട്. അത് ഒന്ന് സംസാരിക്കും. ഈ ശ്രദ്ധിക്കാതെ പോകുന്നതെന്ന് വെച്ചാൽ അവരുടെ അശ്രദ്ധ കൊണ്ടുവരുന്ന അബോർഷൻ. അത് തന്നെ, അതായത് അറിയില്ല, അവർക്ക് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നില്ല. അപ്പം പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഈ പ്രഗ്നൻസി ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഈ യാത്ര ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യാതിരിക്കുക അങ്ങനെ ഒന്നിൻ്റെയും ആവശ്യമില്ല. നമ്മളിപ്പോൾ തെരുവിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, റോഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ജോലി ചെയ്യുന്ന സ്ത്രീകളിൽ പലരും ഗർഭിണികളാണ്. അവർ ഈ വെട്ടുകയും കളിക്കുകയും ചെയ്യുന്ന ആൾക്കാരും ഗർഭിണികളാണ്. അതൊന്നും കൊണ്ട് അബോർഷൻ ആവില്ല. പക്ഷെ നമ്മളിപ്പോൾ അറിയാതെ പോയി ഒരു ബ്ലീഡിങ് വരുമ്പോഴായിരിക്കും അവർക്ക് മാസക്കുളി തെറ്റിയായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഗർഭിണികളായാലും ആദ്യത്തെ മാസമൊക്കെ കുറച്ച് ബ്ലീഡിങ് വരാം ആ മാസക്കുളിയുടെ സമയത്ത്. അതൊരു നമ്മുടെ ഒരു ഫിസിയോളജിക്കൽ എക്സ്പ്ലനേഷൻ തന്നെ അതിനുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അറിയാതെ പോയി, പിന്നെ നമ്മൾ അറിഞ്ഞപ്പോഴത്തേക്കും 8 ആഴ്ചയൊക്കെ ആയി, അതെന്തെങ്കിലും ഒരു ബ്ലീഡിങ് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ട. ആ അബോർഷൻ കംപ്ലീറ്റ് ആവുന്നു എന്ന് നമ്മൾ കൺഫേം ചെയ്താൽ മതി. അത് കംപ്ലീറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻസും കൂടെ കൊടുത്ത് ആ അബോർഷനെ അങ്ങ് കംപ്ലീറ്റ് ആക്കാം. അല്ലാതെ എന്നിട്ടും അത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർജിക്കൽ അബോർഷൻ, ഒരു DNC എല്ലാം ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഡോക്ടർ, ഈ ഇപ്പോൾ ഡോക്ടറിനെ ഒന്നും വന്ന് കാണാതെ തന്നെ പിൽസ് മേടിച്ച് കഴിക്കുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട്. അതായത് നമുക്കിപ്പോൾ ഈ കുഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് ലാസ്റ്റ് കോംപ്ലിക്കേഷൻ ആയി, ലാസ്റ്റ് അത് അവർക്ക് വയറുവേദന വന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പിൽസ് കഴിക്കുന്നതായിരുന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേഷൻ എടുക്കുന്നതായിരുന്നാലും നമ്മളത് സേഫ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നത്? ഈ ഓവർ ദ കൗണ്ടർ ഇപ്പം അങ്ങനെ മെഡിക്കേഷൻ കൊടുക്കാൻ പാടില്ല എന്നാണ് അബോർഷൻ്റെ സർവീസസ് ഇവിടെ കൊടുക്കാൻ പാടില്ല എന്നാണ്. അത് ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആരും അങ്ങനെ കൊടുക്കാറില്ല. അത് പിന്നെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാം ഡോക്ടറിനെ കണ്ടു ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ടല്ല. ഇപ്പം നമ്മൾ ഈ അബോർഷനുള്ള മെഡിസിൻ കൊടുക്കുമ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അവരുടെ പ്രഗ്നൻസി എത്ര വളർച്ചയുണ്ട്. 12 ആഴ്ചയുള്ളൊരു പ്രഗ്നൻസിക്കകത്ത് മറുപിള്ള ഉണ്ടായി കാണും. മറുപിള്ള എന്ന് പറഞ്ഞാൽ നിറച്ച് രക്തയോട്ടമുള്ള ഒരു ഓർഗനാണ് ഈ മറുപിള്ള. അപ്പോൾ അങ്ങനെ മറുപിള്ള ഉണ്ടായിക്കഴിഞ്ഞ ഒരു പ്രഗ്നൻസി അബോർട്ട് ചെയ്യുമ്പോൾ ബ്ലീഡിങ് ഒരുപാട് വരും. അപ്പോൾ നമുക്ക് എത്രത്തോളം ഇവരുടെ പ്രഗ്നൻസി വളർച്ചയുണ്ട് എന്നുള്ളത് അറിയണം, ഒന്ന്. രണ്ടാമത്തത്, ആ പ്രഗ്നൻസി ഗർഭപാത്രത്തിനകത്ത് തന്നെ ആണോ എന്ന് നമ്മൾ അറിയണം. വളരെ റെയറായിട്ടാണെങ്കിലും ട്യൂബിനകത്ത് പ്രഗ്നൻസി വരാം.
അല്ലെങ്കിൽ സർവിക്സിനകത്ത് പ്രഗ്നൻസി വരാം. സിസേറിയൻ കഴിഞ്ഞ പേഷ്യൻസിനാണെങ്കിൽ അത് ആ സ്കാറിൽ ഒട്ടിപ്പിടിച്ചിരിക്കാം, സ്കാർ എക്ടോപിക് എന്ന് പറയും. അപ്പം ഇങ്ങനത്തെയൊക്കെയുള്ള കണ്ടീഷൻ അല്ല, ഗർഭപാത്രത്തിനകത്ത് തന്നെയാണ് ഇതെന്ന് നമ്മൾ തീർച്ചയാക്കണം. അതിനെപ്പോഴും ഒരു സ്കാൻ ചെയ്ത് നോക്കിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതുപോലെ എത്രമാത്രം അവരുടെ പ്രഗ്നൻസിയുടെ പ്രായം എത്രയാണ് എന്ന് നോക്കിയിട്ടൊക്കെ കൊടുക്കുന്നതാണ് നല്ലത്, നമ്പർ 1. രണ്ടാമത്, ഈ ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഡോസ് ഉണ്ട്. നമുക്ക് 12 ആഴ്ച വരെയുള്ള പ്രഗ്നൻസിക്ക് ഇത്ര, 12 തൊട്ട് 16 വരേക്കുള്ളതിന് ഈ ഡോസ്, 16 തൊട്ട് 20. അപ്പം ആ ഡോസ് അനുസരിച്ചുള്ള മെഡിസിൻ കൊടുത്താൽ മാത്രമേ അത് ഫലവത്താവുകയുള്ളൂ. ആ ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത മെഡിസിൻ, ആ മെഡിസിൻ നമ്മൾ അകത്തേക്ക് വെക്കുമ്പോൾ, ഒരു ഹൈ ഡോസാണ് വെക്കുമ്പോൾ അവർക്ക് വിറയൽ വരാം, അല്ലെങ്കിൽ പനി വരാം, വയറിളക്കം വരാം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നതാണ് സേഫ്റ്റി. കാര്യം നമ്മൾ ഒരു കുഞ്ഞിനെ പുറത്ത് കളയുകയല്ലേ, അപ്പോൾ ആ അമ്മയുടെ ആരോഗ്യം വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പം നമ്മൾ പറയും എല്ലാം ഡോക്ടേഴ്സിനെ കണ്ട് ചെയ്തേ പറ്റൂ എന്ന് ശഠിക്കുന്നത് എന്തിനാണ്? നമ്മൾ ശഠിക്കുന്നത് ആ സ്ത്രീകളുടെ ആരോഗ്യത്തെ ആലോചിച്ച് മാത്രമാണ്. അല്ലാതെ നമുക്കൊരു പേഷ്യൻ്റ് കൂടുതൽ വരിക അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. അവരുടെ ആരോഗ്യത്തിനെ വെച്ചിട്ടാണ് ഡോക്ടറെ എന്തിനാണ് ഈ ഒരു സ്കാൻ ചെയ്യിക്കുന്നത്, സ്കാൻ ചെയ്യാതിങ്ങി തന്നാൽ പോരെ. അവർക്ക് ട്യൂബിലാണ് പ്രഗ്നൻസി എങ്കിൽ അത് വളർന്നുകൊണ്ടിരിക്കും അവിടെ. ഇത് ഇഫക്റ്റീവ് അല്ല, അതിന് വേറെ പ്രത്യേക മെഡിസിനാണ്, അത് ഇഫക്റ്റീവ് അല്ല. അപ്പോൾ ഇഫക്റ്റീവ് അല്ലാതെ വരുമ്പോൾ അത് വളർന്നു വരും, ഒരു ദിവസം പൊട്ടും, നമ്മുടെ ജീവന് തന്നെ അപകടം വരും. അപ്പം അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓവർ ദ കൗണ്ടർ അബോർഷൻ മെഡിസിൻസ് വാങ്ങിക്കരുതെന്ന് നമ്മൾ പറയുന്നു.